തെരുവുനായി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രകടനമായെത്തിയ പ്രവർത്തകർ ഗേറ്റ് തള്ളി തുറന്ന് നഗരസഭാ ഓഫീസിലേക്ക് ഇരച്ചു കയറി. ഓഫീസിലെ പ്ലാസ്റ്റിക് കസേരകളും ചെടിച്ചട്ടികളും തകർത്തു. ചെയർമാന്റെ ചേംബറിന് മുന്നിലെത്തിയ പ്രവർത്തകർ ഓഫീസിന് മുന്നിലെ ചെടിച്ചട്ടികളും നശിപ്പിച്ചു. തുടർന്ന് ചെയർമാന്റെ ചേംബറിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. 15 മിനിറ്റിന് ശേഷമാണ് പ്രവർത്തകർ തിരിച്ചുപോയത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. TP ജോണി, KI അജിതൻ, CS സുരേഷ്, VJ ജോജി, ജോസ് പയനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച 12 പേരാണ് തെരുവുനായ ആക്രമണത്തിന് ഇരയായത്. 2 ആഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് 20ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമണമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വാർഡ് കൗൺസിലറെയും നഗരസഭാ ചെയർമാനെയും അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആരോപണം. അസാധ്യമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ജനകീയ പ്രതിഷേധം ഇവിടെ ഉയർന്നു വരുന്നത്. ഇവിടെ ചാലക്കുടിയിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ മാത്രമാണ് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. തെരുവുനായ്ക്കൾ പെറ്റുപെരുകയും അത് പേനായ്ക്കളാകുകയും സാധാരണക്കാരനെ കടന്നാക്രമിക്കുകയും അങ്ങനെ ജീവിതം വലിയ തോതിൽ പ്രതിസന്ധിയെ നേരിടുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചാലക്കുടിയിൽ സംഭവിക്കുന്നത് ഇത് തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇവിടെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് ഏതാനും സഹോദരങ്ങൾക്ക് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് വിധേയമായി ആകേണ്ടി വന്നു. തെരുവുനായ്ക്കൾ എന്നതിനപ്പുറത്തേക്ക് പേനായ്ക്കൾ പെറ്റുപെരുകയാണ് എന്നതാണ് ചാലക്കുടിയിലെ